ഇന്ത്യയിൽ നിന്ന് വന്നോ? അയ്യോ ഈച്ചയോ? നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നോ? ഇതാരാ? ആ പൂവൊന്ന് പിടിച്ചേ, ആ പൂവൊന്ന് പിടിച്ചേ. ഇത് എന്താണ്? പൂവെന്ന് പറഞ്ഞേ, പൂവെന്ന് പറഞ്ഞേ. എവിടെ? ഇങ്ങോട്ട് നോക്കിയിട്ട് പൂവെന്ന് പറഞ്ഞേ. ആ പൂ എവിടെ? ഇതെന്ത് കളറാ? ഓറഞ്ച്. പറ ഓറഞ്ച്. ഇതെന്ത് കളറാ നമ്മളെ? കാർ. ഏതാണ് കാർ? കാർ. കാർ. നിസാറിക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ട് പോയേ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ നിസാറിക്കായും പിള്ളേരും ഒക്കെ വരുന്ന സമയപ്പം ഞങ്ങൾ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സനക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ റിച്ചുമ്മ കൊണ്ടുവന്ന ഡ്രസ്സാണ് സനക്കുട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിടുമ്പം അവൾക്ക് എന്താ, അവൾ വലിയൊരു കുട്ടിയായി പോയെന്നുള്ളൊരു ഭാവമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഉള്ളപ്പോഴേക്കും നമുക്ക് ഒരു കാറിൽ പോക്ക് നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ 2 കാറിൽ തന്നെയാണ് ഇതായി പോണത്. അപ്പം എല്ലാവരും കൂടി ഒരുങ്ങി റെഡിയായിയൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ഇതാ കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴോ അത്യാവശ്യം നല്ല റഷായിരുന്നു കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളുടെ ഊഴമായി. അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് തന്നെ ഞാൻ ചായക്കാണ് ഓർഡർ കൊടുത്തത്. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള, ഞാൻ എപ്പോഴും പറയത്തില്ലേ, ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ മിക്കവാറും കഴിക്കാറുള്ളൂ. പിന്നെ ഇവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ കൊടുത്തേ. അങ്ങനെ നമ്മളുടെ സനക്കുട്ടിയുടെ മുൻപിലും ഒരു പ്ലേറ്റ് വെച്ചു. എല്ലാം അതാ കുറച്ച് തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത് ഷെയർ ചെയ്ത് എല്ലാവരും കൂടിയിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിക്കും. അപ്പം എല്ലാവരും ഉള്ളപ്പം ഇതുപോലെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. എപ്പോഴും എല്ലാവരും ഒത്തു കിട്ടണം എന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മളിപ്പം 2 വണ്ടികളിലായിട്ട് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സനക്കുട്ടിയാണ് വളരെ സന്തോഷവതി എന്ന് തന്നെ പറയാം കേട്ടോ. ഇവരൊക്കെ ഇങ്ങനെ ഈ വെളിയിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ പോകുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുപോലെ കൈ പിടിച്ച് പോകുമ്പം ആര് പിടിക്കണം, നന്ന പിടിക്കണം, ദദ്ദ പിടിക്കണം, ഇങ്ങനെ ഭയങ്കര ഒരു കൊഞ്ചലും ഇതൊക്കെ കാണിക്കും കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ഇപ്പം നേരെ നമ്മൾ പോണത് ഒരു ഷോപ്പിങ്ങിനായിട്ടാണേ. അപ്പോൾ കുറേ നാളായി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട്. അപ്പോൾ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടോ എങ്കിൽ എടുത്തിട്ട് പോവാം, എല്ലാവരും ഉള്ളതല്ലേ. എല്ലാവരും ഉള്ളപ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഇവിടെ എത്തിയതാണേ. ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ സുൽത്താൻ എനിക്ക് ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സനക്കുട്ടി അകത്ത് കയറിയപ്പോഴേക്കും ഇവിടെ ഈ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും നല്ല ട്രീയും ഇതുപോലെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിള്ളേർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കളറ് കാണുമ്പോൾ ഭയങ്കര കൗതുകമല്ലേ. അപ്പം അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്കായിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി കേട്ടോ. ഒരുപാട് നാളായെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഒന്നെന്ന് വെച്ചാൽ ഞാൻ ഈ കോളറുള്ള ഡ്രസ്സാണ് കൂടുതൽ ഇടുന്നത്. അതുപോലെ തന്നെ സ്ലീവിന് ലെന്ത് വേണം, പിന്നെ ആ ടോപ്പിനും നല്ല ലെന്ത് വേണം. ഇതെല്ലാം ഒത്തു കിട്ടുന്നത് ഇപ്പോൾ വളരെ കുറവാണേ. കൂടുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നിടത്തുള്ള അദ്ദേഹം വെക്കേഷന് പോയത് കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും ആളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പരിചയമുള്ള ഏതെങ്കിലും നല്ല സ്റ്റിച്ചിങ് സെൻറ്റർ അറിയുന്നവർ ഒന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യണേ എവിടെയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യിക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ റെഡിമെയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്ത് കിട്ടിയാൽ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ എനിക്കിങ്ങനെ ഈ കഴുത്ത് തുറന്നതൊന്നും എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല. കഴുത്തുള്ളത് തന്നെയാണ് എനിക്കിഷ്ടമുള്ളത് കേട്ടോ. പിന്നെ കൈക്ക് 3/4 ആയാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് പറ്റിയതൊന്നും, എനിക്ക് മനസ്സിന് പിടിച്ചതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സുൽത്താൻ ഇങ്ങനെ പാൻറ്റും ഇതൊക്കെ ജീൻസൊക്കെ നോക്കിയിട്ട് പറഞ്ഞില്ല ഉമ്മ ഇതിനേക്കാളും നല്ലത് ബാംഗ്ലൂരിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മളിതാ തിരിച്ചിനിപ്പോൾ വീട്ടിൽ പോവാം. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യണമെന്ന്. ലാസ്റ്റ് ടൈം ഞാൻ എയർ ഫ്രയർ വെച്ചൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പക്ഷേ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ്. നേരത്തെ ഒരു ട്രെൻഡിങ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ട്രെൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഉമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ എനിക്ക് ഇതുപോലത്തെ പാത്രം ഇല്ലായിരുന്നു. അവിടെ ഉണ്ടാക്കിയത് ഓംപ്ലേറ്റ് ആണ്, ഇതല്ല, ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്.
അപ്പൊ എല്ലാ ഐറ്റംസും ഞാൻ ദാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ആണെങ്കിൽ എല്ലാതും കൂടി ഒന്നിലിട്ടിട്ട് ചോപ്പറിൽ വലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രസന്റേഷൻ വേണോണ്ട് ദാ സുൽത്താക്കി ഏൽപ്പിക്കാൻ പോവാണ്. പാപ്പാക്ക് എടുക്കണോ? എനിക്ക് എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ചെയ്ത് കൊടുത്തോളാം. ജോലി ചെയ്യാൻ എന്താണ് ഇത്ര മടി? ഇവിടെ വന്ന് ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടാ. അവിടെ പമ്പര മടിയനാണ്. കാരണം അവന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഓഫീസിൽ നിന്നാണ്. ശരിയല്ലേ? അതും സുൽത്താക്കി ആയിരിക്കും എല്ലാത്തിലും ബെസ്റ്റ് അല്ലേ? അവന് ഫുഡ് ഇല്ലല്ലോ ഓഫീസിൽ. നീ ഡിന്നർ മാത്രല്ലേ മോനെ ഉണ്ടാക്കണത്. ഇന്ന് ഒരു കാര്യം ചെയ്തു. അവൻ ഇന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇന്ന് അവന് വൈകുന്നേരം ലുലുവിൽ കൊണ്ടുപോകണം. നമ്മളെ വെഡിങ് ആനിവേഴ്സറി വരുമല്ലേ എന്നെന്ന് ആൾക്കാർക്ക് അറിയാവോ? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പൊ അവൻ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അവൻ മെയിൻലി വേറൊരു സാധനമാണ് ഞാൻ ഇപ്പൊ പൊട്ടിക്കുന്നില്ല. അപ്പൊ അവനത് വാങ്ങിക്കാൻ പോണം. അമ്മയുടെ വാപ്പായും പറഞ്ഞോന്നൊക്കെ പറഞ്ഞിരിക്കും. എന്താണ് അറിയാം? സൽമായ്ക്കാണ് എൻ്റെ മെയിൻ ആളെന്നാണ് പറഞ്ഞത്. സൽമാനെ എന്താണ് ഉണ്ടാക്കാൻ പോണത് വെഡിങ് ആനിവേഴ്സറിക്ക്? ആ ശരി. ജോലി ചെയ്യാൻ സുൽത്താൻ ഒട്ടും മടിയില്ല കേട്ടോ. സത്യം പറയാൻ സുൽത്താൻ വന്നതിന്റെ അന്ന് ഇത് സാമ്പാർ ഉണ്ടാക്കി തന്നു കേട്ടോ. അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എവിഡൻസ് ഇല്ലെങ്കിൽ പറയില്ല. ഉച്ചക്ക് ഉണ്ടാക്കി തന്നു. അത് ഞാൻ പറഞ്ഞു മോനെ വൈകിട്ടതിനും കൂടി ഉണ്ടാക്കി തന്നു പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി തന്നു. പക്ഷെ അവൻ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാത്തതെന്ന് വെച്ചാ ഞാനും ഇവിടെ കുക്ക് ചെയ്ത്. ഉമ്മ അത് പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞ സുൽത്താൻ സാമ്പാർ ഉണ്ടാക്കി കഥ. ഞാൻ ഒന്നും കുക്ക് ചെയ്ത് തന്നില്ലേ? ആ എന്തോന്ന് എല്ലാ പ്രാവശ്യവും. അപ്പൊ നീ പറ, ഈ നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് നീ എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞു? അപ്പൊ അറിയാം. അവൻ ഒരു കാര്യം പറഞ്ഞോളൂ, ലുലുവിൽ വൈകുന്നേരം കൊണ്ടുപോകണം. ഇത്രയാണ് അവന്റെ ഡിമാൻഡ്. മതിയല്ല? നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള കട്ടിംഗ് ആണ് നമ്മളെ സുലുവിന്റേത്. ഇപ്പൊ ചോപ്പിംഗ് വേണ്ട, ചോപ്പർ വേണ്ട അല്ലേ? അപ്പൊ ഞാൻ ഉമ്മയുടെ അടുത്ത് പറയായിരുന്നു ടൈറ്റിൽ നമുക്ക് ഇടാം സുൽത്താന്റെ പുകയ്ക്കൽ അല്ലെ, പുകയ്ക്കൽ എന്താ പറയാ, എന്തോ ആ വേർഡ് എന്തോ വയ്ക്കാ, ഇങ്ങനെ ഒരാളെ ബോസ്റ്റ് ചെയ്ത് പറയുന്ന തന്നെ പുകഴ്ത്തല. അതന്നെ സുൽത്താനെ മലയാളം. പിന്നെ ശവൻ ജോലി ചെയ്യുന്നുണ്ടാ നോക്കണേ, അതൊക്കെ കണ്ടുപിടി. എന്ത് ചെയ്യുന്ന അവിടെ കണ്ടുപിടിക്കാനാണ്? സ്മെല്ല് നോക്കെ മണത്തോട് നോക്ക്. ബ്രേക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി മണത്തോക്കത് സ്മെല്ല് നോക്ക്. അത് കടിക്കുന്ന അത് കുക്കറിക്കുള്ളത്. ആ കഴിച്ചോട്ട് കഴിച്ചോ. അത് കടിക്കാൻ പറ്റില്ല. എന്നാ ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ട്രൈ സാധനം എന്ത് ചെയ്യുന്നു സാധനം? വലിയ ടേസ്റ്റ് ഇല്ല. അടിച്ചതിന്റെ പാട് ഇഷ്ടപ്പെട്ടു. സുൽ ഇത് ഇത്രയും വേണ്ട, ഒന്ന് മതി. പക്ഷെ റൗണ്ട് വെച്ചിട്ടാ. എക്സാക്ട്ലി. കുറച്ച് വലിയ മുളകേ ഉള്ളൂ. മുളക് വേണോ? തക്കാളി വിചാരിച്ചതല്ല, ആപ്പിൾ പോലെ വിചാരിച്ചത്. ശൈല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരേല കൊടുത്തു. എന്റെ സ്മെല് ഇഷ്ടപ്പെട്ടല്ലേ? മണം കൊള്ളാല്ലേ? അയ്യേ മണം മാറ്റും. എന്നിട്ട് ഇത് കൂടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എല്ലാം കൂടെ ചുരുട്ടി വെച്ചിട്ട് കാര്യം ചെയ്യാൻ പറ്റും.
ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലേസി ആണെങ്കിൽ നിങ്ങൾ എല്ലാം കൂടി ഒരു മറ്റേ ചോപ്പറിൽ ഇട്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞു. അതിന്റെ പരിപാടി സൈക്കിളിൽ കാറ്റടിക്കുന്ന പോലെ. ഇതാണ് പരിപാടി. എല്ലാം നമ്മള് ടേസ്റ്റ് ആണ് നോക്കുന്നത്, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ എല്ലാം ചോപ്പ് ചെയ്ത് ഞാനെല്ലാം ചോപ്പ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് എന്ത് ചെയ്യും? അടുത്ത് കഴിയും. അപ്പൊ ഞാൻ എന്താ പുഴുങ്ങിയ മുട്ടയുണ്ട്, പുഴുങ്ങാത്ത മുട്ടയുണ്ട്, പിന്നെ ഞാൻ ചോപ്പ് ചെയ്തതാ വെജീസ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഒരു മുട്ട നമുക്കിടാം. ഇവിടെ ഒരാൾ മുട്ട എടുത്ത് കഴിച്ച് തീർക്കോ? അത് കുറച്ച് ഉപ്പിടാം. ഫുള്ള് ഇടുന്നില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യാം. ഇത് ഞാൻ കാണിച്ചു തരാം. എളുപ്പമാ. നമുക്ക് പക്ഷെ വിഷക്കണം തോന്നുന്നു. മുട്ടയൊക്കെ എടുത്തോണ്ട് പോകണം. നന്നായിട്ട് ബീറ്റ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ സീക്രട്ട് വെപ്പൺ എടുക്കണം. ഇത് നമുക്ക് ചൂടാക്കി വെക്കാം. എന്റെ മുട്ട എടുത്ത് അപ്പൊ ഞാൻ എന്താ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്ക് ഇതാ പാത്രം വെക്കാം. നീ പോകുമ്പോ ഈ കുടുക്ക ചോദിക്കൂ. മിക്കവാറും വേണ്ടി വരും. ഞാൻ രാവിലെ ഇതാ ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്താ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പൊ ഇതാ എണ്ണ ചൂടായി വരുമ്പം നമുക്കിതാ മുട്ട ഇടാം. നമ്മുടെ ബോയിൽ ചെയ്ത എഗ്ഗ് കണ്ട. ഞാൻ ചെറുതായിട്ടൊന്ന് മറിക്കാൻ പോവാണ്. എണ്ണ എല്ലായിടത്തും പോവാൻ വേണ്ടി, എല്ലാം എത്താൻ വേണ്ടി. എന്നിട്ട് നമുക്കിതാ നമ്മുടെ വിസ്ക് ചെയ്ത മുട്ട നമുക്കിതാ നൈസായിട്ട്, സോറി മാറിപ്പോയി സൈഡ്, നൈസായിട്ട് എൻ്റെ മുണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. യെസ്. ഇപ്പോൾ തന്നെ നമുക്കിതാ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഓൾറെഡി ഇട്ടതാണ് പക്ഷേ ടേസ്റ്റിന്. പിന്നെ ഇതാ കുറച്ച് നമ്മൾ ഇട്ട സവാള. ഞാൻ നിന്റെ കുക്കിങ്ങിൽ ഒന്ന് പങ്കെടുത്തോട്ടെ. ശരി, ഇട്ടോട്ടെ. നമ്മളെ കൈ വന്നിട്ട് കൈപ്പുണ്യം വരാൻ വേണ്ടി. കൈപ്പുണ്യം. ഇനി ഇതാ ഇതും കൂടി കുറച്ച്. ഞാൻ ഒരു ഉപകാരം ചെയ്തത് എനിക്കൊന്ന് മാറ്റി. ഓക്കെ. വാപ്പായുടെ റിക്വസ്റ്റ് പ്രകാരം വാപ്പായെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ഒരു സംഭവം ഉണ്ടാക്കാൻ ഇത്രയും ഒറ്റ ഒരാൾ ചെയ്യുന്നതാണ് ഇവിടെ. ചൂടാവട്ടെ. പിള്ളേരല്ലേ. വെഡിങ് കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ പലരും ചോദിക്കും ഏത് വർഷമായിരുന്നു കല്യാണം കഴിച്ചതെന്നേ. പല വർഷവും ഇതൊരു വർഷത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. 1993 ജനുവരി 3 നമ്മളുടെ കല്യാണം. അപ്പൊ നിങ്ങൾ കണക്കൂട്ട് എത്ര വർഷം? അമ്മയെ കൊണ്ട് മറച്ചിട്ടല്ല ഇതെന്നറിയോ, നമ്മളെ വന്നു കഴിഞ്ഞാൽ നമ്മളെ തലയിലോട്ട് വരും. നാലാമത്തെ കൈയൊപ്പം അത് ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പാനിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന എളുപ്പത്തിൽ സ്പൂണിൽ ഫ്ലിപ്പ് ചെയ്യും. പക്ഷെ ഇതായതുകൊണ്ട് ഇതാ നല്ല. ഇതിന്റെ മുകളിൽ ഇടണോ? വേണമെങ്കിൽ ഇടാം, കുറച്ചിടാം. മഴ അടിച്ച് ഒരാളോട് ഹായ് എന്ന് പറഞ്ഞ കേട്ടില്ലേ? കുറച്ച് സവാളയും കൂടി ഇടുക. ഞാൻ ഇട്ടെന്ന് പറഞ്ഞ് നീ കുറ്റം പറയില്ല. ഇല്ല. ഇനി എന്ത് ഇത് ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഇട്ടാ കഴിഞ്ഞു. എത്രയുള്ള ഇത് കുറച്ച് നേരം കാണണം. അത് ഇന്ത്യയിൽ കാണണം. അടിപൊളിയാ. എന്തോന്ന് ചെയ്തത് മുട്ട തന്നെ? എനിക്ക് തരൂല. എനിക്ക് അത് വേണ്ട, മഞ്ഞ വേണ്ട, ഇത് ഇതാ വെള്ളത്താ. എനിക്ക് വേണ്ട. കയ്യില്ല അവിടെ. നിന്റെ എന്താണ് ഇതിനകത്ത് പ്രത്യേകത? പ്രത്യേകം കാണിച്ചു തരാം. എല്ലാവരും റെഡിയാണോ?
ഇത് പൊട്ടി തെറിക്കൂലേ? ഇല്ല. എന്തായാലും അത് കിളിക്കൂട് പോലത്തെ ഇത് മുട്ടയിൽ തന്നെ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഇതിനാണ് ഇത്ര വലിയ ട്രെൻഡിങ്. ടേസ്റ്റ് നോക്ക്. സുൽത്താന്റെ വേർഷൻ എല്ലാ ഷോട്ടും എന്റെ റെസിപ്പി സുൽത്താക്ക് ബെറ്റർ ആയിട്ട് ചെയ്യുന്നു. നോക്കാം. അപ്പൊ നമ്മുടെ സുൽത്താൻ ട്രൈ ചെയ്യാണ്. പക്ഷെ സുൽത്താൻ ഒന്നും അങ്ങനെ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞേട്ടാ. അവാർഡ് വേണം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിനായിട്ടും നല്ല പെർഫെക്ഷൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. ഇൻഗ്രീഡിയന്റ് ഒക്കെ സെയിം തന്നെ. അമ്മ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ടൈറ്റിൽ മാറ്റിയിട്ട് സുൽത്താക്കയുടെ ഇതെന്ന് പറയണം, കുക്കിംഗ് എന്ന് പറയണം. അപ്പൊ എണ്ണയിലേക്ക് ഇട്ടു. ആരാണപ്പോൾ ഉണ്ടാക്കുന്നുണ്ടപ്പോ സുൽത്താൻ കൊതിയൊന്നും. ഇല്ലല്ല, അവൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ഒന്നും പറയില്ല, വായ തുറക്കൂല എന്ന് പറഞ്ഞിരിക്കും. ട്രെൻഡിങ് വീഡിയോ ഞാനും കണ്ടത്, എല്ലാവരും കണ്ടതാണ്. മുട്ട കൊണ്ടങ്ങ് പുതപ്പിക്കുക. മുളക് ഇതിനെ പ്രസാദം ചെയ്തു. തീ കൂടില്ല. പ്രസാദിൽ ഇത്ര പതഞ്ഞു വന്നില്ലെന്ന് തോന്നുന്നു മുട്ട. സംഭവമൊന്നുമില്ല, ഒരാള് കാണിക്കും, എല്ലാരും അത് കാണിക്കും. പക്ഷെ ഇത് കൊള്ളാം, സംഭവം കൊള്ളാം. ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനെ ഇടുന്നതിന് ഒരു മുട്ട അടിച്ച മുട്ടയിൽ ഓൾറെഡി ഇത് മിക്സ് ചെയ്ത് ഒഴിക്കുന്നില്ല കുറച്ച് നല്ലത്. ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ചില റെസിപ്പി എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നത്തില്ല, ട്രെൻഡിങ് ആണെങ്കിൽ. ഒറ്റ മാർക്ക് വേണ്ട. സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കും. ചാടിപ്പോയി ഇങ്ങനെ മറ്റേ നെയ്യപ്പം പോലെ ഇരിക്കും. സുൽത്താന്റെ ആയി. സുൽത്താക്കയുടെ വേഷം ഇതൊരു വേർഷൻ എല്ലാം ഒരു വേർഷൻ തന്നെ. കമത്തി തരാം. ആ, പ്ലേറ്റ് വെച്ചിട്ട് ഇത് പൊട്ടോ? ഇല്ല. എണ്ണാണോ? ഓ, ബൻ മസ്ക ബന്ന ഒരാളെ കുന്തം വഴിക്കണം കഴിക്കുന്നത്. അത് വളരെ ചെയ്ത് തത്ത യക്ക. നിങ്ങൾ കമന്റ് ചെയ്യുക ആരുടെ വേർഷൻ ആണ് ബെസ്റ്റ്. ഓ, എനിക്ക് വയ്യ, അവിടെയും മത്സരമാക്കി കളഞ്ഞ. മാറ്റിക്കോട്ടെ. അപ്പൊ ക്ലിയർലി ഞാനാണ് ജയിച്ചിരിക്കുന്നത്. ഇത് കണ്ട, ഇത് ഇവിടെ ക്ലിയർലി ഞാനാണ് ജയിച്ചിരിക്കുന്നത്. കമ്പാരിസൺ ചെയ്യാനില്ല, ഞാൻ ഓൾറെഡി എന്റെ കഴിച്ച്. അതല്ല ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും പറയൂ അങ്ങനെ? ജഡ്ജല്ലേ പറയേണ്ടത്. ജഡ്ജ് പറ. നീ തന്നെ അങ്ങനെ ഞാനും ട്രൈ ചെയ്യായിരുന്നു. ഉണ്ട്. എന്റെ വർഷം കൂടെ കാണിച്ചു. സെയിം സാധനം അല്ല, വ്യത്യാസം ഉണ്ട്. ഏകദേശം എല്ലാം സെയിം പോലെ ഇരിക്കും കാണാൻ. പക്ഷെ ഇപ്പൊ കാണിച്ചാൽ എന്ത് വ്യത്യാസം. മുട്ട അമ്മേ, അവരൊക്കെ അവസാനം ഇട്ടില്ലേ മുകളില്, അതിന് പകരം എല്ലായിടം മിക്സ് ചെയ്തതാണ്. അവസാനം ഇട്ടതിന് എനിക്ക് വലിയ ഇത് എനിക്ക് തോന്നുന്നില്ല അതിൽ പിടിക്കുമെന്ന്. അപ്പൊ എല്ലാം സവാള, തക്കാളി. പണ്ട് തട്ടുകടയിൽ ജോലി ചെയ്തതുപോലെ തോന്നുന്നു കണ്ടിട്ട്. നല്ല കളർഫുൾ, ഇത് കാണാനുള്ള ഭംഗിയില്ലേ? ഉപ്പിട്ടാ ഇല്ല. എല്ലാരും എല്ലാം ഉണ്ടാക്കും. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ വേണം ഇത്തിരി കളറിന് വേണ്ടി മുളക് പൊടി ഇവിടെ ഒതുക്കി ഇട്ടാതെ പോയാൽ ചിലപ്പോൾ ഇതായിരിക്കും കൊള്ളാറ്. ഓക്കെ, ഇനി ബാക്കി ചട്ടി ഓണാക്കി സെയിം അതേ ചട്ടി, കുറച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തൊക്കെയാണ് പരിപാടി? അതെന്ത് ഡിഫറൻസ് ആണ്? മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ട് നോക്ക്, മാറ്റങ്ങൾ നോക്കി. ആക്ച്വലി ഞാനും അത് ചിന്തിച്ച, ലൈക് മുട്ട ഇങ്ങനെ ചെറിയ ക്യൂബായിട്ട് വെച്ചിട്ട് എല്ലാരും ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിൽ ഒരു രസവും ഇല്ലെന്നാണ് പറയുന്നത്. കുറച്ചൊന്നും പൊരിയിട്ടായിരുന്നു.
ഇതിൽ മഞ്ഞക്കറിയൊക്കെ ഉള്ളത് സൂക്ഷിച്ചാണ്, ചെറുത് ചിലപ്പോൾ പൊട്ടും. ഇനി എണ്ണ തീയൊന്ന് കുറച്ചെടുക്കുകയാണ്. തീ കുറച്ചിട്ട് നമ്മൾ അടിച്ച് വെച്ച മുട്ട ഒന്നോടൊന്ന് ലാസ്റ്റായിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒഴിച്ചെടുക്കാം. മുട്ടയും കൂടെ എഴുന്നേറ്റെന്ന് തോന്നുന്നു എൻ്റെ അകത്ത്. ഇതിപ്പോൾ കണ്ട എണ്ണ ഇത് കുറവായതുകൊണ്ട് ചൂട് കുറവായതുകൊണ്ട് നമുക്കിതിൽ ഇനി ഇത് ഇട്ടാലും അതിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്നോളും. എന്നാലും അതിനകത്തുണ്ടെങ്കിൽ ഇത് കളർ ഇത് മറ്റേ ഡെക്കറേഷൻ പറയില്ലേ, ഗാർണിഷ്. മല്ലിയിലൊക്കെ തീർന്നു ഇവരെ ഉപയോഗിച്ചത്. ഉള്ള ബാക്കി വെച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. തുളസിയിലുണ്ട് വെളിയിൽ. അത് ആളിന്റെ എണ്ണം കൂടുമ്പം നമ്മളുടെ വ്യൂവേഴ്സിനും കൺഫ്യൂഷൻ ആവില്ല. ഇനിയിപ്പോ ആർക്ക് ലൈക്ക് തരും. ചൂട് തീ കൂട്ടണം തോന്നുന്നു. ഇതിപ്പോ എല്ലാം ഇട്ട ശേഷം തീ ഒന്ന് കൂട്ടി കൊടുക്കുക. കാര്യം ഇനി മുട്ട വേവണം. സലു ഇവിടെ കൂടാതെ നടക്കുന്നുണ്ട്. അല്ല, ഇന്നത്തെ ലൈക്ക് ആർതാന്ന് നിങ്ങൾ തന്നെ പേരെഴുതി സൽമാൻ സുൽത്താൻ റിസ്വാൻ അതെ, 3 രീതിക്ക് പേരെഴുതി ഒന്ന് ലൈക്ക് ഇടുക. പേരെഴുതി ഇടണം. അതിൽ അറിയാൻ പറ്റും. അതല്ല, സുൽത്താന്റെ രസാനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്റെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അത് കൊള്ളാം ബിസിനസ്. സംശയം തോന്നാണ് ഇടയ്ക്കൊന്ന് അറ്റമൊന്ന് വിട്ടുകൊടുക്കുക. അടി പിടിക്കില്ലേ? ഇല്ല, അത് ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടയും കൂടെയാണ് എല്ലാം നോക്കിയാണ് ചെയ്യേണ്ടത്. ഇത്തിരി കൂടെ ആവാണ്ട്. അപ്പം ഓക്കെ, ഇനി നമുക്ക് മറിച്ചിടാം. നീ ഒന്ന് മറിച്ചിട്ടുള്ളൂ, ഒന്നുമില്ലെങ്കിലും. സുൽത്താനെ സമ്മതിച്ചോളൂ. സുൽത്താൻ നല്ലോണം തിരിച്ചല്ലേ. സുൽത്താൻ വളരെ സുൽത്താൻ ഇരിക്കട്ടെ ഇന്നത്തെ ലൈഫ്. ഈ കാഴ്ചയിലൊന്നും നോക്കണ്ട, നിങ്ങൾ ചെയ്യുമ്പോൾ ട്രിക്ക് മനസ്സിലായല്ലോ. ഇത് ഞാൻ ചെയ്തേനെ, ഞാൻ ഹെൽപ്പ് ചെയ്താണ്. ഇനി നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടോണ്ടിരിക്കാനുള്ള ക്ഷമയുണ്ടാവും. ഓക്കെ, ഇനി സെർവ് ചെയ്യാം. ഇതിപ്പം മറിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിക്കോളും. ഓക്കെ, ഒന്ന് കറക്കി നോക്കട്ടെ ഇങ്ങോട്ട്. ആ ഇവ ഇത് കാണാൻ വലിയ ലുക്കില്ല. കാര്യം ഉമ്മ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് തോന്നുന്നു. അവർക്കല്ല സുൽത്താൻ. ബിസ്മില്ലാ. ഇതാ. ഒട്ടും ചൂട് പിടിക്കാത്ത സൽമാൻ തന്നെ. ഇതാ. പറയേ, ഇതാ, നോക്ക്. എനിക്കൊന്ന് ടേസ്റ്റ് വൈസ് ഞാൻ പറയാം. ഞാൻ നോക്കിയിട്ട് ടേസ്റ്റ് വൈസ് എങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുമായിരുന്നല്ലോ ഇതായിരിക്കും. ഇതാ, ഇത് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ കുറച്ച് പനീറ അല്ലെങ്കിൽ ചെറിയ ചിക്കൻ പീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ട് കിട്ടും. സൽമാൻ എന്നാടാ എന്റെ തന്നെ കൊള്ളാം. അല്ല, ആക്ച്വലി ഇത് കൊള്ളാം. വേറെ രീതി സുൽത്താനെ ട്രൈ ചെയ്ത് നോക്കി. ഇതാണ് 3 കഴിച്ചു നോക്കി അവൻ തന്നെ. മോശം പറഞ്ഞ ഇവിടെ ഒരാളുണ്ട്, ആയിക്കോട്ടല്ല. അവൻ അവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. സൂപ്പർവൈസർ ബെസ്റ്റ് ആരുടെ സനയുടെ. എന്തായാലും ഞാൻ ഇത് വ്യൂവേഴ്സിന് വിട്ടുകൊടുക്കുകയാണ്. ഏതാണ് കണ്ടിട്ട് അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്താൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും.